ഹലോ ഗൈസ്, നമ്മുടെ പഴയ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ റെഡിയാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ആള്. അവർ എൻ്റെ നെയ്റ്റി അടിക്കണം പെരുന്നാളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഓയില്, നീഡില്, ബോബിൻ കേസ്, ത്രെഡ്, ബയറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ആ മെഷീൻ ഇത്തിരി സ്റ്റക്കായിരുന്നാണ് നമ്മൾ ഉപയോഗിക്കാണ്ട്. അപ്പോൾ ആ മെഷീൻ സെറ്റ് ചെയ്യാൻ പാള്. ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ഷുഹൈബ്. മാങ്ങ ഓർമ്മയുണ്ട? അവനാണ് ഞാൻ. ഇത്രയും നേരം സംസാരിച്ചത് എൻ്റെ അമ്മയാണ്. ഇനിമേൽ സംസാരിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ അത്ത മിഷ്യൻ നേരാക്കുകയാണ്. ഓടോന്നൊന്നും അറിയില്ല, നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. സക്സസ് ആകുമല്ലോ. ഓപ്പറേഷൻ സക്സസ്ഫുൾ ഗൈസ്. നമ്മളുടെ വയറിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി. അപ്പം അതിനെ വെട്ടി ചുരുക്കാൻ പോകും ഗൈസ്. നമ്മളങ്ങനെ കോർത്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ വയറ് ചുറ്റിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയി ഗൈസ്. പകുതി ഗൈസ്. നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. അടുത്തത് നോക്കാം ഗൈസ്. കുറച്ച് ഓയിൽ ഇടാം. രണ്ടാ ഓട്ടയിലൊക്കെ ഇടുകയാണ് നമുക്ക്. ഗൈസ്, നമ്മളങ്ങനെ കേസ് ഇട്ടു ഗൈസ്. ഈ കളറാണ് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്, സിമെന്റ് കളർ. നൂല് കോർത്ത് അടിച്ചു നോക്കാം ഗൈസ്. അടിച്ചു നോക്കാം ഗൈസ്. ഏകദേശം റിപ്പയർ കഴിഞ്ഞു. ശരിയായോ എന്നുള്ളത് കണ്ടറിയാം. മിഷൻ ഇമ്പോസിബിൾ. കുറെ കാലമായില്ലേ വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട്. കണ്ണ് കാണുമ്പോ എണ്ണ ഇറങ്ങിയിട്ടേ പക്ഷേ ഫസ്റ്റ് വന്നിട്ട് ഈ ചക്രം സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതിപ്പോൾ ശരിയായി. ഇപ്പോൾ വന്നിട്ട് വെറുതെ ത്രെഡ് കെട്ടാവോ, സ്റ്റിച്ച് കെട്ടാം. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിത് വേണ്ടത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ആവശ്യം വരുമ്പോഴില്ല, വർഷക്കണക്കായി അങ്ങനെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം എണ്ണ ഒഴിച്ച് ത്രെഡൊക്കെ പോട്ട് പഴയ ബോർഡിങ് കേസൊക്കെ ഇട്ടാൽ സെറ്റാവുമോ? സെറ്റാവുമോ? ഇപ്പം നമ്മുടെ ആവശ്യത്തിന് പെരുന്നാളിന് ഒരു നീറ്റി അടിക്കാമെന്നുള്ളൊരിതിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി. ഇപ്പം ചക്രം സൂപ്പറായിട്ട് തിരിയുന്നുണ്ട്, എന്നാലും ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഇപ്പോൾ വന്നിട്ട് ഇതാണ് പ്രോബ്ലം. ഇനി 4 ദിവസം ഉണ്ടല്ലോ, നമുക്ക് പ്രോപ്പർ ഇത്തിരി ശരിയാക്കിയിട്ട് മെഷീൻ അടിച്ച് നോക്കാം. എണ്ണയൊക്കെ നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരിപാലന കുറവാണ് ഇത്രയ്ക്കും കാരണം. നോക്കാം പറഞ്ഞിട്ടാണ് നമുക്ക് തന്നെ ശരിയാക്കാം. എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിപ്പോൾ ഏകദേശം വയറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഒന്ന് കൈ വെച്ച് ഒന്ന് മെക്കാനിക് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. അത് നാളെ മിക്കവാറും ഞാൻ വർക്കിന് പോയിട്ട് വരുമ്പോഴേക്കും മിക്കവാറും ശരിയാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഇത് ശരിയായിട്ട് ഞാൻ നീട്ടി അടിക്കുന്ന വീഡിയോ നോക്കാം.
ചോദിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്തില്ല. ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പൊ ഇന്നലെ ഇത്രയും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വരാത്തത് ഇന്ന് വരണം പറഞ്ഞാൽ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ? ഇതിനെന്ത് പ്രാന്തളകിയിരിക്കുന്നത്? അങ്ങനെയല്ല, ഇതിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ എന്ന് പറഞ്ഞു ചോദിച്ചത്. സൂപ്പറായിട്ട് അങ്ങനെ മിഷ്യൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ അന്നല്ലേ പറഞ്ഞില്ലേ, ഞാൻ വർക്കിന് പോയിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുന്ന. അതിപ്പോൾ കറക്റ്റായി. ബോർഡിംഗ് കേസ് മാറ്റി, നീഡിൽ മാറ്റി, എന്നിട്ട് അടിച്ചു നോക്ക് വരും, അടിച്ചു നോക്ക് വരും പറഞ്ഞു. അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. ഇന്നലത്തെ പോലെയല്ല, അന്ന് സ്മൂത്തായിട്ടുണ്ട്. എന്തൊക്കെയോ വ്യത്യാസമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്ത് സംതിങ് റോങ്? എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്, അത് മാത്രം എനിക്ക് ഉറപ്പാ. അടിച്ച വരുന്നുണ്ട്. സൂപ്പറായി. സ്റ്റിച്ച് ആയിട്ട് ഇന്നലെ എങ്ങനെ വന്ന് ഇന്നെങ്ങനെ വന്ന് അതന്നെ എന്താ സംഭവിച്ചു? എന്ത് സംഭവിച്ച്? എന്തോ ഒന്ന് സംഭവിച്ചു. ഒന്നുമില്ല. അപ്പൊ ഗൈസ്, മിഷൻ ഓപ്പറേഷൻ സക്സസ് ആയി. നമ്മുടെ ശരങ്ക എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് വർക്കിന് പോയിട്ട് വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കുന്നു, അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഡസ്പ് ആയിരുന്നില്ലേ മുഖം, ഇന്ന് ബ്രൈറ്റ് ആയിരിക്കണു. ഇന്ന് ടോർച്ചർ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് അതൊന്നല്ല. അതുമല്ല, ഇത് റെഡിയാക്കിയതിലും ഭയങ്കര ഹാപ്പിയാണ്. ഇതിലേക്ക് അടിക്കല്ലേ പെരുന്നാൾക്കുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിയുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ അനേബിൾ ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണം. അപ്പോഴേ ഞങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൂടെ അമ്മക്ക്? നമ്മൾ എന്തെന്താ ചെയ്ത്? സർപ്രൈസ് അല്ലേ? സർപ്രൈസ് അല്ലേ ഇത്? സാറിന്ന് സ്കൂളിൽ പോയില്ലേ? സാറിന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് കൺഫേം ആയി. അതന്നെ, പത്തമംഗലം പോയി, മിഷ്യൻ എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന്. ഇപ്പൊ എന്തായി? അറിയാം, അവളെ കൊണ്ടുപോയി ശരിയാക്കി, റേഷൻ കടയിൽ പോയി, പിന്നെ പൈസ കൊടുത്ത് മിഷ്യൻ എടുത്തിട്ട് വന്ന് നമ്മളെ വിളിച്ച് സെറ്റാക്കി. മാക്ക് സർപ്രൈസ് കൊടുത്തു. സർപ്രൈസ്. ഇതിനെന്ത് പ്രോബ്ലം ആയിരുന്നു? പ്രോബ്ലം അടി വരില്ല. അപ്പോൾ ഇത് കുറേ ആയില്ലേ വെച്ചിട്ട്, അങ്ങനെ വെക്കാൻ പാടില്ല, ഒക്കെ റെഡിയാക്കിയിട്ട് വേണം. എണ്ണയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടിച്ചുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആവും പറഞ്ഞു. വേറെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. വലിയ പ്രോബ്ലം ഉണ്ട്. അതിന്റെ ഉള്ളത്തെ തൂസിയൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ, ഡസ്റ്റൊക്കെ എടുത്ത് ക്ലിയർ ആക്കി. പക്ഷേ ഇത് കുറച്ചേ ശരിയാക്കിയിട്ടുള്ളൂ. 2 ദിവസം ആകും പറഞ്ഞു. മേജർ പ്രോബ്ലമാണ്, 2 ദിവസം ആകും പറഞ്ഞു. പിന്നെ ശരി, ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തരും പറഞ്ഞപ്പോൾ 1 മണിക്കൂറിൽ റെഡിയാക്കി തരും പറഞ്ഞപ്പോൾ അങ്ങനെ റെഡിയാക്കി തന്നാണ്. ഇഷ്ടപ്പെട്ടാ? അടിപൊളിയല്ലേ? അപ്പോൾ ഉമ്മാൻ്റെ സാരി ഒന്ന് അരികൊക്കെ അടിച്ചു കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട്. മറക്കാതെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണേ. അപ്പം തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വരുള്ളൂ. അപ്പോൾ ബൈ. ഞാൻ ഹാപ്പിയാണ്. ചിരി കണ്ട ചിരി. ശരി, ഓക്കെ, ബൈ.